എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നെയ്പ്പത്തിലിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പത്തിരിയും ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് അരിപ്പൊടി ആയാലും വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് പുട്ടുപൊടിയാണ്. അതായത് നമ്മൾ എടുക്കുന്ന പത്തിരിപ്പൊടിന്റെ നേരെ പകുതിയാണ് പുട്ടുപൊടി എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം. തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വലിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ചേർത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ഉപ്പാണ്. 1/2 ടീസ്പൂണ് പൊടിയുപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഞാനിതിപ്പോൾ സാധാ നോർമൽ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അതായത് ഞാനെടുത്ത പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ടതാണെങ്കിൽ ലൈറ്റ് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരിക്കെല്ലാം കുഴക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ബോളാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മാവും ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കഷ്ണം വാഴയില എടുക്കാം. വാഴയില കിട്ടാത്തവരാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ ബോളും ഇതിൽ വെച്ചിട്ട് പരത്തണം. അപ്പോൾ പരത്തുന്നതിന് മുമ്പ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് വേണം പരത്താൻ. എന്നാൽ നമുക്ക് ഇങ്ങനെ സൈഡിൽ ക്രാക്കൊന്നും വീഴാതെ പരത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ പരത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും കട്ടിയിലും ഒക്കെ പരത്താം. കുറച്ചും കൂടി നേരിയതായിട്ട് പരത്തുന്നതാണ് നല്ലത്, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ പരത്താൻ വിഷമമുള്ളവർക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ വാഴയിലയിൽ ഈ ബോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റോ ഇതേപോലത്തെ ഒരു പാത്രമോ മറ്റോ എടുത്തിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതേപോലെ പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ ആ രീതിയിൽ എല്ലാ മാവും പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ദോശക്കല്ല് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മാവ് ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പരത്തി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തീരെ ഓയിൽ വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലോ മറ്റോ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ പെട്ടെന്ന് മറിച്ചിടാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ പരത്തി വെച്ച മാവെല്ലാം ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യരുത് കേട്ടോ, ഉൾഭാഗം വേവാതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഒന്നിക്കൽ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ തന്നെ 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. പിന്നെ അരിപ്പത്തിലും നെയ്പ്പത്തിലും ഒക്കെ പോലെ പൊങ്ങി വരുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഹാർഡായി പോകുന്നില്ല, സോഫ്റ്റ് തന്നെയാണ്. അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. നമ്മൾ തേങ്ങയും പെരിഞ്ചീരകവും എല്ലാം ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ എണ്ണയിൽ പൊരിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ ഒരു രീതിയിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നല്ല നമ്മുടെ നെയ്പ്പത്തിരിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയാലും. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തില റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ പൊരിക്കാതെ തന്നെ സൂപ്പറായിട്ട് നമ്മൾ നെയ്പ്പത്തില റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏത് അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടി ആയാലും
നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. കറി ഇല്ലാണ്ടും കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. പ്രത്യേകിച്ചും ചിക്കൻ കറി ബീഫ് കറിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.